ഹായ് നമസ്കാരം, ഞാൻ ഷാൻ. സൂം ആപ്പ് ഉപയോഗിച്ച് മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സ്ഥിരം കേൾക്കുന്നൊരു പരാതിയാണ് ഓഡിയോ കേൾക്കുന്നില്ലേ എന്നുള്ളത്. അപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു 5 പരിഹാര മാർഗ്ഗങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. സൂം ആപ്പിനെ കുറിച്ചുള്ള ഏറ്റവും ബേസിക് ട്യൂട്ടോറിയൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തേക്കാം. ഇനി അതല്ല, ഓഡിയോയുടെ പ്രശ്നമാണ് നിങ്ങൾക്ക് പരിഹരിക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള 5 മാർഗ്ഗങ്ങൾ ഈ വീഡിയോയിലുണ്ട്. എന്നാൽ പിന്നെ സമയം കളയണ്ട, ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഹിയർ വി ഗോ. ഹായ് ഫ്രണ്ട്സ്, ഈ ഓഡിയോയുടെ പ്രശ്നം വരുന്നത് വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാണ്. എന്തായിരുന്നാലും നമ്മളുടെ ഈ വീഡിയോയിൽ 5 സൊല്യൂഷൻസ്, സിമ്പിളായിട്ടുള്ള 5 സൊല്യൂഷൻസാണ് നമ്മൾ ഇതിനെ കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം 100% പരിഹരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ക്ലാസ് ഹോസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങളുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർ ഇത് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. അവർക്ക് ആ പ്രശ്നം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യത്തെ സൊല്യൂഷൻ നോക്കാം. നമ്മൾ സൂം ആപ്പൊക്കെ വഴി ആദ്യമായിട്ടൊരു മീറ്റിങ്ങോ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നൊരു പ്രശ്നമാണിത്. നമ്മളുടെ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ താഴെ ജോയിൻ ഓഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. സാധാരണ രീതിയിൽ ആരും അതിൽ ക്ലിക്ക് ചെയ്യില്ല. കാരണം ഒരു മൈക്ക് ഇട്ടിട്ട് വെട്ടുമൊക്കെ ചെയ്തേക്കുവാണെങ്കിൽ നമുക്ക് അൺമ്യൂട്ട് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സിലേക്ക് വരും. പക്ഷേ ഇത് കാണുന്ന സമയത്ത് പല ആളുകളും ഒന്നും ചെയ്യാതിരിക്കുകയും ഓഡിയോ കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയും ചെയ്യാറുണ്ട്. പക്ഷേ അവിടെ ചെയ്യേണ്ട കാര്യം, ഈ ജോയിൻ ഓഡിയോ എന്ന് കാണുമ്പോൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷവും കേൾക്കുന്നില്ല എന്ന് പറയും. അവിടെ കോൾ ഓവർ ഇൻ്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞ് വരും. അതിൻ്റെ അകത്തൊന്നും ക്ലിക്ക് ചെയ്യാൻ പോവാതിരിക്കും പലരും. അതല്ല വേണ്ടത്. ജോയിൻ ഓഡിയോ എന്നുള്ളത് കാണിക്കുന്ന സമയത്ത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കോൾ ഓവർ ഇൻ്റർനെറ്റ് എന്നോ അല്ലെങ്കിൽ കോൾ ബൈ ദിസ് ഡിവൈസ് എന്നോ എന്തെങ്കിലും ഒരു മെസ്സേജ് വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ കോൾ ഓവർ ഇൻ്റർനെറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് അവിടെ ആ സിമ്പിളൊക്കെ മാറിയിട്ട് അവിടെ ഒരു മൈക്കിൻ്റെ സിമ്പിൾ വരും. ഒരു വെട്ടോട് കൂടിയായിരിക്കും വരുന്നത്. അപ്പോൾ വെട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കേൾക്കാൻ പറ്റില്ല, പക്ഷേ അവിടെ നിന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വെട്ട് മാറുകയും നമ്മൾ സംസാരിച്ചാൽ മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റുകയും ചെയ്യും. ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ സൊല്യൂഷനിലേക്ക് കിടക്കാം. ഇത് പലപ്പോഴും നമ്മളുടെ ഒരു അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കൊണ്ടോ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ ഒരു മീറ്റിങ്ങിലേക്ക് ഒരു ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫോണിൽ ബെല്ലടിക്കരുത്, മറ്റ് ശബ്ദങ്ങളുണ്ടാവരുത്, അങ്ങനെയൊക്കെയുള്ള ഓവർ ശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ എല്ലാ വോളിയംസും മ്യൂട്ട് ചെയ്തിടും. അതായത് നമ്മളുടെ മീഡിയ, ഫോൺ, എല്ലാ വോളിയംസും കൂടി ഫുൾ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് പല ഫോണുകളിലും ഉണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ എന്ത് പണി ചെയ്താലും ഒരു ശബ്ദവും പുറത്തേക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഫോണിൻ്റെ എല്ലാ മീഡിയയുടെയും വോളിയം കിടക്കുന്നത് 0-യിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് കേൾക്കാൻ പറ്റില്ല. നമ്മൾ പറയുന്നത് കേൾക്കാൻ അവർക്ക് പറ്റുമായിരിക്കും, പക്ഷേ അവിടെ നിന്ന് പറയുന്നതൊന്നും നമുക്ക് ഇങ്ങോട്ട് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യേണ്ട കാര്യം, നമ്മളുടെ ഫോണിൻ്റെ മീഡിയ അങ്ങനെയുള്ള വോളിയംസ് എല്ലാം കൂട്ടിയിടുക, മാക്സിമത്തിലേക്ക് ഇടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സൊല്യൂഷൻ. നമുക്ക് മൂന്നാമത്തെ സൊല്യൂഷനിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങളുടെ മൊബൈലിലെ സൂം എന്ന് പറയുന്ന ആപ്പിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഈ കാണുന്ന പോലെയുള്ള 3-4 ഓപ്ഷൻസ് മുന്നിൽ വരും. ചില ഫോണുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസ് വരില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഫോണിൻ്റെ സെറ്റിങ്സിൽ പോവുക. അതിൻ്റെ അകത്ത് സെറ്റിങ്സിൽ നിന്ന് ആപ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ആപ്സ് എന്നുള്ളതിൽ ആപ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആപ്പുകൾ നോക്കുക. അതിൻ്റെ അകത്ത് സൂം എന്ന് പറയുന്ന ആപ്പിനെ കണ്ടെത്തുക. അവിടെ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴും ഇതേ ഓപ്ഷൻസ് വരും. അപ്പോൾ സാധാരണ രീതിയിലാണെങ്കിൽ സൂം എന്ന് പറയുന്ന ആപ്പിൽ ക്ലിക്ക് ചെയ്യുക, അതിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ക്ലിക്ക് ചെയ്യല്ലാണ്ട് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഈ ഓപ്ഷൻസ് വരും. ഇതിൻ്റെ ഏറ്റവും അവസാനം കാണുന്ന ആപ്പ് ഇൻഫോ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെയാണ് വരിക. സെറ്റിങ്സിൽ പോയതിന് ശേഷം നമ്മൾ സൂം ആപ്പ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴും ഇങ്ങനെ തന്നെ വരും. അപ്പോൾ ഇങ്ങനെ വരുന്നതിൻ്റെ അകത്ത് പെർമിഷൻസ്, ആപ്പ് പെർമിഷൻസ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. പെർമിഷൻസ്. അപ്പോൾ സാധാരണ രീതിയിൽ ഇന്നത്തെ ഡേറ്റ ലീക്കേജിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് ടെൻഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പെർമിഷൻ ചോദിക്കുമ്പോൾ എല്ലാം ഡിനേ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ട് നമുക്ക് ഓഡിയോ കേൾക്കാൻ പറ്റാതെ, വീഡിയോ കാണാൻ പറ്റാതെ വരാറുണ്ട്. അപ്പോൾ ഈ പെർമിഷൻസ് എന്നുള്ളത് എടുക്കുക. അതിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ക്യാമറയും മൈക്രോഫോണും പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൂം ആപ്പിൽ ഓഡിയോയും വീഡിയോയും കാണാനും കേൾക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പെർമിഷൻസ് എടുത്ത് അതിൽ ക്യാമറയുടെയും മൈക്രോഫോണിൻ്റെയും പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സൊല്യൂഷൻ. ഇനി നമുക്ക് നാലാമത്തെ സൊല്യൂഷൻ നോക്കാം. അത് ഈ പേജിൽ നിന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ പെർമിഷൻ സെറ്റിങ്സ് മാറ്റി അതേ പേജിൽ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും വരിക.
അതിൻ്റെ വലത് സൈഡിൽ താഴെയായിട്ട് ക്ലിയർ ക്യാഷ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ക്ലിയർ ക്യാഷ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊന്ന് ക്ലിയർ ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്യാഷ് എന്ന് പറഞ്ഞ് മുകളിൽ കിടക്കുന്ന ലിസ്റ്റിൽ കുറച്ച് KB എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ടാവും. അത് മാറിയിട്ട് 0 bytes എന്നായി മാറും. ക്യാഷ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് 4ാമത്തെ സൊല്യൂഷൻ. ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഓഡിയോ കേൾക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 5ാമത്തെ മാർഗ്ഗത്തിലേക്ക് കിടക്കാം. ഈ മാർഗ്ഗവും ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഇനി 6ാമത്തെ മാർഗ്ഗം, ഒരു പുതിയ മാർഗ്ഗം ഞാൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്പം എനിക്കറിയാവുന്ന 5ാമത്തെ മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ പറയുന്ന രീതിയിൽ സൂം ആപ്പിനെ ഒന്ന് അൺഇൻസ്റ്റോൾ ചെയ്യുക, അതിനുശേഷം വീണ്ടും ഇൻസ്റ്റോൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പെർമിഷൻസും സ്റ്റോറേജും ഒക്കെ കണ്ടിരിക്കുന്ന ആ പേജ് ഉണ്ടല്ലോ, ആ പേജിൻ്റെ തന്നെ താഴെ അൺഇൻസ്റ്റോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ആ അൺഇൻസ്റ്റോളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ചോദിക്കും ഡു യു വാണ്ട് ടു അൺഇൻസ്റ്റോൾ ദിസ് ആപ്പ് എന്ന് ചോദിക്കും. അതിൻ്റെ ഒപ്പം തന്നെ കീപ് 7.91 MB ഓഫ് ആപ്പ് ഡേറ്റ, അങ്ങനെ ഒരു മെസ്സേജും കൂടി കാണാം. ഒരിക്കലും അത് ടിക്ക് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കരുത്, ടിക്ക് കൊടുക്കാതെ തന്നെ ഓക്കെ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ഇത് അൺഇൻസ്റ്റോൾ ചെയ്യുന്നില്ല, എനിക്ക് ഓഡിയോ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് ടിക്ക് കൊടുക്കാതെ തന്നെ അൺഇൻസ്റ്റോൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയതിന് ശേഷം സൂം ആപ്പ് വീണ്ടും ഡൗൺലോഡ് ചെയ്യുകയും ഇൻസ്റ്റോൾ ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മീറ്റിങ്ങോ ക്ലാസ്സോ ഒക്കെ അറ്റൻഡ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഓഡിയോ കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഏത് മാർഗ്ഗമാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയത് എന്ന് ഒന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങൾ, പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഒരു മടിയും കാണിക്കേണ്ട, താഴേക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയോ, ഇനി അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടോ, ഓഡിയോ ഇപ്പോഴും കേൾക്കാൻ പറ്റുന്നില്ലേ, അങ്ങനെ എന്തൊക്കെ പ്രോബ്ലംസ് ആണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ തീർച്ചയായിട്ടും മറക്കരുത്, ഈ പ്രോബ്ലംസിൽ ഏതാണ് അല്ലെങ്കിൽ ഈ സൊല്യൂഷൻസിൽ ഏതാണ് നിങ്ങളുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ ഹെൽപ്പായത് എന്നുകൂടി എന്ന് അറിയിക്കുന്നത് നമുക്ക് ഒരു ഫീഡ്ബാക്കായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മളെ കാണുന്ന മറ്റുള്ളവർക്കും ഒരു ഹെൽപ്പായി മാറും. അതുകൊണ്ട് അത് കമൻ്റായിട്ട് അറിയിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ ഞാൻ സൂം ആപ്പിൻ്റെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല, കാരണം സൂം ആപ്പിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് സൂം ആപ്പിൻ്റെ ട്യൂട്ടോറിയൽ നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് സൂം ആപ്പിൻ്റെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ ചില കാര്യങ്ങൾ മനസ്സിലായില്ല, സൂം ആപ്പ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സൂം ആപ്പിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും, എങ്ങനെ ഉപയോഗിക്കണം, എന്തെല്ലാം സെറ്റിങ്സ് നമ്മൾ ചെയ്യണം, അത് ഹോസ്റ്റ് ആണെങ്കിലും അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിലും എന്ത് ചെയ്യണമെന്നുള്ളതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന നമ്മളുടെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ അതും കൂടി കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക സൂം ആപ്പിനെ കൂടുതൽ. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ബൈ ഫ്രം SP ജംഗ്ഷൻ. താങ്ക് യു.